നബിവാക്യം: നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ തൻ്റെ കൈകൊണ്ട് അവനെ തടയട്ടെ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ നാവ് കൊണ്ട് തടയട്ടെ. അതിനും സാധിച്ചില്ലെങ്കിൽ തൻ്റെ മനസ്സുകൊണ്ട് വെറുത്തു കൊള്ളട്ടെ. അത് ദൈവവിശ്വാസത്തിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. സമൂഹത്തിൽ നന്മ സംസ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നബി തിരുമേനി ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുകയുണ്ടായി. ഒരു കപ്പൽ യാത്രക്കാർ, അവരിൽ ചിലർക്ക് സീറ്റ് കിട്ടിയത് മുകൾ തട്ടിലാണ്, മറ്റു ചിലർക്ക് താഴെ തട്ടിലും. താഴെ തട്ടിലിരിക്കുന്നവർക്ക് വെള്ളത്തിന് ആവശ്യം വരുമ്പോൾ അവർ മുകളിൽ മേലെ തട്ടിരിക്കുന്നവരുടെ അരിയിലൂടെയൊക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ താഴെ തട്ടിലുള്ളവർ പറഞ്ഞു, നമുക്ക് ഈ കപ്പലിന് ഒരു ഓട്ട തുളച്ചാൽ മുകളിലുള്ളവർക്ക് ശല്യമുണ്ടാക്കാതെ തന്നെ നമുക്കിവിടെ വെള്ളം കിട്ടുമായിരുന്നല്ലോ. താഴെ തട്ടിലുള്ളവരെ അങ്ങനെ പ്രവർത്തിക്കാൻ വിടുന്ന പക്ഷം രണ്ടു കൂട്ടരും ഒന്നായി മുങ്ങി നശിക്കും. അവരങ്ങനെ ചെയ്യാതിരിക്കാനായി അവരുടെ കൈ പിടിച്ചാലോ ഇരുവിഭാഗവും രക്ഷപ്പെടും. സമൂഹത്തിൽ തെറ്റ് ചെയ്യുന്നവരെ ഉപദേശിച്ച് നന്നാക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഈ നബിവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മദ്യപാനവും ലഹരി ഉപഭോഗവും കൊള്ളയും കൊലപാതകങ്ങളുമൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെതിരിൽ ശബ്ദമുയർത്താതെ ഓരോരുത്തരും തൻകാര്യം മാത്രം നോക്കി നടന്നാൽ എന്താണ് സംഭവിക്കുക? ആ തിന്മകളുടെ ദുഷ്ഫലങ്ങൾ അവരെയും ബാധിക്കും. അവസാനം സമൂഹം ഒന്നായി നശിക്കുകയും ചെയ്യും.